സാനു മാസ്റ്ററുടെ മൃതദേഹം പൊതുദർശനം നടക്കുകയാണ് എറണാകുളം ടൗൺ ഹാളിൽ. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് ടൗൺ ഹാളിൽ നിന്നും. ജോസിൽ, ഇന്നലെ മുതൽ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ ഒരു 10-70 വർഷമായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിന്നവർ, അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയങ്ങളിലുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹം കർമ്മനിരതനായത് എറണാകുളം ജില്ലയിലായിരുന്നു. നഗരത്തിൻ്റെ, നാടിൻ്റെ മുക്കും മൂലയിലുമുള്ള എന്ത് പരിപാടിയിലും സാനു മാസ്റ്റർ ഉണ്ടാകുമായിരുന്നു. അത്തരത്തിലൊരു നിറസാന്നിധ്യത്തെയാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അനുശോചനം അറിയിക്കാൻ, ആദരാഞ്ജലി അറിയിക്കാൻ നിരവധി ആളുകളാണ് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് അവിടെ എത്തുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തീയ സഭയുടെ നേതൃത്വത്തിലുള്ള പുരോഹിതർ അടക്കം ഇവിടെ സാനുമാഷിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇവിടെ എത്തി സാനുമാഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും മന്ത്രി P രാജീവ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ വളരെ നേരത്തെ തന്നെ 10 മണിക്ക് ഇവിടെ മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ സാനുമാഷിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് തന്നെ മന്ത്രിമാരായ VN വാസവനും MP രാജേഷും K രാജനുമെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-ൻ്റെ മുതിർന്ന നേതാവായ, അദ്ദേഹത്തെ ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ അടക്കമുള്ള ആളുകളെല്ലാം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജ്, പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള നേതാക്കൾ, അങ്ങനെ CPM-ൻ്റെ ഇടതുപക്ഷത്തോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും ചേർന്ന് നിന്ന എഴുത്തുകാരൻ, സാംസ്കാരിക നായകൻ ഒക്കെയാണ് സാനുമാഷെങ്കിലും സമൂഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആളുകളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഇവിടേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാലും VM സുധീരനും ഹൈബി ഈഡനും അതുപോലെ തന്നെ BJP നേതാവായ രാധാകൃഷ്ണനും അടക്കമുള്ള ആളുകൾ, അതുപോലെ സാംസ്കാരിക രംഗത്തെ, സാഹിത്യ രംഗത്തെ പ്രമുഖരായ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സുനിൽ P ഇളയടവും CP പള്ളിപ്പുറവും അടക്കമുള്ള ആളുകൾ ഒക്കെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു. ഇപ്പം മന്ത്രി ബിന്ദു അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ ആകെ പരിച്ഛേദം ഒന്നാകെ, അദ്ദേഹത്തിൻ്റെ നിരവധി ശിക്ഷഗണങ്ങൾ, ഇതിൽ പല ആളുകളും ഇവിടേക്ക് കടന്നു വരുന്ന നിരവധി ആളുകളിൽ ഏറിയ പങ്കും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ ശിഷ്യനായിരുന്ന, അദ്ദേഹത്തിന് ഒരു ക്ലാസ്സുകളിലോ അല്ലെ ഒരു പ്രഭാഷണത്തിലോ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാവാം ഇതിൽ എത്തിയിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഈ ടൗൺ ഹാളിലടക്കം എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ പ്രൗഢോജ്വലമായ പ്രസംഗത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ ആളുകൾക്ക് വിദ്യാഭ്യാസം, രാഷ്ട്രീയവും സാമൂഹികവുമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. അങ്ങനെ കോളേജ് ക്ലാസിൻ്റെ മുറികളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും അതുപോലെ തന്നെ വിവിധ വേദികളിലെല്ലാം അവസാന കാലഘട്ടത്തിൽ വരെ വിവിധ ചെറുതും വലുതുമായ അത്തരത്തിലുള്ള യോഗങ്ങളിൽ പ്രഭാഷകനായി എത്തി ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്, അതിന് അക്കാദമിക് വിദ്യാഭ്യാസം മാത്രമല്ല സാംസ്കാരികവും രാഷ്ട്രീയവുമായ സമൂഹത്തെ എങ്ങനെയൊക്കെ ചിന്തിപ്പിക്കണം എന്ന് സാനുമാഷ് നിരന്തരം വളരെ ശാന്തമായി സംസാരിക്കുമെങ്കിലും വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും, അത് എന്താണ് ഈ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ, അത് വർഗീയതയ്ക്കെതിരെയാണെങ്കിലും മറ്റ് എന്ത് ജാതീയമായ വിഷയങ്ങളിലാണെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ മാഷ് എന്തു പറഞ്ഞു എന്ന് ഈ സമൂഹം കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന ഒരു ശബ്ദം കൂടിയാണ് ഇല്ലാതാകുന്നത്. സുകുമാർ അഴീക്കോടിനെ പോലെ അങ്ങനെ ഉള്ള ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ വേറൊരു മുഖം കൂടിയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രമുഖരായ വ്യക്തികളൊക്കെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇന്ന് ദേശാഭിമാനിയിൽ കുറിച്ചിരിക്കുന്നത് പോലെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതും സ്നേഹത്താൽ ഭരിക്കപ്പെടുന്നതും ആദർശ ജീവിതത്തിലേക്ക് അനേകം തലമുറകളെ പ്രചോദിപ്പിച്ച ഗുരുനാഥനാണ് സാനുമാഷ് എന്നുള്ളത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അനുസ്മരിക്കുന്നുണ്ട്.
കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെയും പാശ്ചാത്യ ജനാധിപത്യ ദർശനങ്ങളെയും യുക്തിവാദ സംസ്കാരത്തെയും ശ്രീനാരായണ ഗുരുവിനെ സാംസ്കാരിക ദർശനത്തെയും സമന്വയിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഭൂമിക എന്ന് നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മിക ശബ്ദമായിരുന്നു സാനുമാഷ് എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം 1987 കേരള നിയമസഭയിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അങ്ങനെ എന്നും ഇടതുപക്ഷത്തിൻ്റെ ഓരം ചേർന്ന് നിന്ന ഒരുപാട് വലിയ മനുഷ്യർ, സാംസ്കാരിക നായകർ എന്നും സമൂഹത്തിൽ വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിന് ശക്തി പകർന്നുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ONV ആണെങ്കിലും വയലാർ രാമവർമ്മയാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തലമുറയിലെ അവസാന കണ്ണി സാനുമാഷ ഇപ്പോൾ വിടവാങ്ങുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സാനുമാഷിനെ ധാരാളം ക്ലാസ് മുറിയിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് മുറിയിൽ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയിൽ തന്നെ നമ്മുടെ ചെയർമാനായ മമ്മൂട്ടി അടക്കമുള്ള ആളുകളെ നേരിട്ട് ക്ലാസ് മുറിയിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ഇന്ന് ദേശാഭിമാനിയിൽ കുറിക്കുന്നത്, എൻ്റെ മുന്നിൽ ലോക സാഹിത്യത്തിൻ്റെ ജാലകം തുറന്നിട്ടത് സാനുമാഷാണ് എന്ന് നമ്മുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മമ്മൂട്ടി അനുസ്മരിക്കുന്നത്. നന്നായി സംസാരിക്കാനും നല്ല ഭാഷ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സാനുമാഷിൻ്റെ ശിഷ്യനായതിൽ കൂടിയാണ് എന്ന് മഹാനായ കേരളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അനുസ്മരിച്ചത് നമ്മൾ കണ്ടതാണ്. 1972-73 കാലയളവിലാണ് മഹാരാജാസ് കോളേജിൽ മമ്മൂട്ടി വിദ്യാർത്ഥിയായിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തുടങ്ങി സാനുമാഷുമായി പരിചയപ്പെട്ട മുഴുവൻ ആളുകൾക്കും അദ്ദേഹം എന്നും പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ സംസാരിക്കേണ്ടതായി വന്നിട്ടില്ല. വളരെ ശാന്തമായ ഭാഷയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി, അത് പുതിയ തലമുറയിലെ എഴുത്തുകാരെയാണെങ്കിൽ പോലും, പുതിയ തലമുറയിലെ സാംസ്കാരിക പ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരെ ആണെങ്കിൽ പോലും അവരെ കൃത്യമായി അളന്ന് അവരുടെ ശേഷി മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. എം സ്വരാജ് പല ഇലക്ഷനിലും മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം എം സ്വരാജിന് വേണ്ടി വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി സംസാരിക്കുന്നത്. അങ്ങനെ നാളത്തെ പ്രതീക്ഷയായ മുഴുവൻ മനുഷ്യരെ, പുതുതലമുറയെ പോലും എങ്ങനെയാണ് അവർ സമൂഹത്തിന് നാളെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളവരായി മാറുന്നതെന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി ഇടപെട്ടുകൊണ്ട് അവർക്കു വേണ്ടി അവരുടേതായ ശബ്ദത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാംസ്കാരിക പ്രവർത്തകൻ തന്നെയാണ് സാനുമാഷ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് ലോക സാഹിത്യത്തിൽ നിരവധി സംഭാവനകൾ, കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകളെ, അവരുടെ കൃതികളെ കൃത്യമായി സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിന് നിർണായക സംഭാവനകൾ കൊടുത്തിട്ടുള്ള നിരൂപണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ ഒരു സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായിട്ട്, ഒരു വിപ്ലവകാരിയുമായിട്ടൊക്കെ കാണുമ്പോഴും ദൈവമായിട്ട് കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിലെ കവിയെ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് സാനുമാഷ എന്നുള്ള കാര്യം നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രമുഖനായ ബേപ്പൂർ സുൽത്താൻ ബഷീറിനെക്കുറിച്ചും അതുപോലെ തന്നെ ചങ്ങമ്പുഴയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. കുമാരനാശാൻ്റെ ജീവിതത്തെയും കവിതയെയും കുറിച്ചുള്ള നിരൂപണം മൃത്യുഞ്ജയം കാവ്യജീവിതം എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. കേശവദേവിനെക്കുറിച്ച് എഴുതിയ നിരൂപണം നമുക്കറിയാം. കേശവദേവ് ഓടയിൽ മനുഷ്യനെ കണ്ടെത്തിയ എഴുത്തുകാരൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ ആളുകളെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ച് സമൂഹത്തെ കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ കൂടിയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ക്ലാസ് മുറിയിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അധ്യാപനം എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സമൂഹത്തെ നിരന്തരമായി പഠിപ്പിച്ച ഒരു മഹാനായ എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തിലും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ മനുഷ്യൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിനെ ഒരു നോക്കു കാണുന്നതിന് വേണ്ടിയാണ് ഈ ടൗൺ ഹാളിലേക്ക് അനേകായിരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. ഇടമുറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ കൈകളിൽ പുഷ്പങ്ങളായും പുഷ്പചക്രങ്ങളും ഒക്കെ കരുതിക്കൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്നു. ഒരു പിടി പൂക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പുഷ്പചക്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒക്കെയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം സാനുമാഷിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ
നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അരികിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എത്രമാത്രം സാംസ്കാരിക കേരളത്തിന്, രാഷ്ട്രീയ കേരളത്തിന് സാനുമാഷ് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു, എത്രമാത്രം വിലപ്പെട്ടവനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായി കൂടി ഈ അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്ര മാറുകയാണ്. 97 വർഷക്കാലം ഇവിടെ ഈ സാംസ്കാരിക കേരളത്തിൽ നിറസാന്നിധ്യമായി നിന്നിരുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ തെന്നി വീണ് ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇനി ഒരുപക്ഷെ കുറേ നാളുകൾ കൂടി ഈ നാട്ടിൽ നിരന്തര സാംസ്കാരിക ശബ്ദമായി, രാഷ്ട്രീയ ശബ്ദമായി നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന സാനുമാഷായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അദ്ദേഹം തെന്നി വീണ് അദ്ദേഹത്തിന് അപകടമുണ്ടാകുന്നത്. സർജറിയെ തുടർന്നാണ് അദ്ദേഹം ന്യൂമോണിയ ബാധിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹത്തെ മരണം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വേദനാജനകമായ ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ നിരവധി ആളുകൾക്ക് നിരവധി കാരണങ്ങളുണ്ടാവും. കേരളം ഒരുപാട് തവണ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അവതാരണം എന്ന കൃതിക്കാണ്. 1992 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്ക് വയലാർ അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. 2002 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2010 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിച്ചിട്ടുണ്ട്. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി അദ്ദേഹം ആദരിക്കപ്പെടുന്നത്. 2024 കേരള സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അത് നൽകി ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളം എല്ലാ രീതിയിലും നെഞ്ചോട് ചേർത്ത ഒരു സാംസ്കാരിക നായകൻ കടന്നു പോകുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെ സാംസ്കാരിക കേരളം, രാജ്യം അനുസ്മരിക്കുന്നത്. നവോത്ഥാന ചിന്തയുടെ ഒരു ഉന്നത മനീഷിയാണ് സാനുമാഷിൻ്റെ കടന്നുപോകലിലൂടെ കേരളത്തിന് നഷ്ടമായത് എന്ന് MA ബേബി, CPM-ൻ്റെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി അനുസ്മരിക്കുന്നത്. ജോസൽ, ഞാൻ ഇടപെടുകയാണ്.